കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞു. കേരളത്തിലെ തോറ്റ മന്ത്രിമാരില് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന രണ്ട് മന്ത്രിമാരുടെ തോൽവിയാണ്. ഒന്ന് നമ്മുടെ നേമം MLA ശ്രീ വി ശിവൻകുട്ടിയുടെ തോൽവിയും, നമ്മളെ പെടലി മന്ത്രി ശ്രീമതി വീണ ജോർജിന്റെ തോൽവിയും. ഉന്നത വിദ്യാഭ്യാസമില്ലാത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ബിന്ദുവിന്റെ തോൽവിയും ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു. ഇപ്പൊ രണ്ട് മന്ത്രിമാരായതുകൊണ്ട് അവരെ അറിയപ്പെടുന്നത് നടുവിരൽ മന്ത്രി എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല, പലയിടത്തും അങ്ങനെ കണ്ടായിരുന്നു. ഇപ്പൊ ഈ മൂന്ന് പരാജയങ്ങള് കേരള ജനത ഏറ്റവും ആഗ്രഹിച്ചിരുന്ന മൂന്ന് പരാജയങ്ങളാണ്. ഇവിടുത്തെ വിഷയം ഇവരുടെ പരാജയങ്ങളല്ല. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ BJP നമ്മുടെ CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി, തുടർന്ന് വന്ന കമ്മ്യൂണിസ്റ്റ് UDF മന്ത്രിസഭകളും, പ്രത്യേകിച്ച് ശ്രീ വി ശിവൻകുട്ടിയുടെ കാലത്തുണ്ടായ മന്ത്രിസഭയുടെ ഭരണവും വിദ്യാഭ്യാസ വകുപ്പിനെ എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 100ഓളം തെറ്റുകൾ കണ്ടത്, ചോദ്യ പേപ്പറിൽ 100ഓളം തെറ്റുകൾ കണ്ടത് നമ്മളെല്ലാവരും ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഇവിടെ വിഷയം നമ്മൾ BJP ഭരിക്കുന്ന ഒറീസയിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ 1 തൊട്ട് 8 വരെയുള്ള പുസ്തകങ്ങൾ ഇറക്കിയപ്പോൾ പുതിയ എഡ്യൂക്കേഷൻ പദ്ധതി പ്രകാരമാണ്. ഈ NEP കേരളത്തിൽ നടപ്പാക്കാമെന്ന് സമ്മതിച്ചിട്ട് ശ്രീ സതീശൻ ടീമിന്റെ സർക്കാർ കേന്ദ്ര ഗവൺമെന്റുമായി ഒപ്പിട്ട കരാറുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വേളയിലാണ് നമ്മളിത് ഓർമ്മിക്കുന്നത്. ഈ 1 തൊട്ട് 8 വരെയുള്ള പുസ്തകങ്ങളിൽ ഏകദേശം 1678 തെറ്റുകളാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത്രയും തെറ്റുകൾ, അത് അക്ഷരത്തെറ്റാവാം, തെറ്റായ പദപ്രയോഗങ്ങളാവാം, തെറ്റായ ചിത്രങ്ങൾ, അതിനനുയോജ്യമായ ചിത്രങ്ങൾ കൊടുത്തതാവാം. എന്തായാലും 1678 തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഈ പുസ്തകം, ഇത് അവിടുത്തെ ഒരു അധ്യാപക ട്രേഡ് യൂണിയൻ തന്നെയാണ് ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്തരം കാര്യങ്ങളിൽ BJP-യും NDA-യും CPM-ഉം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം എടുത്ത് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഈ തെറ്റുകൾ വന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഭാഷാ പഠന രംഗത്ത് ഉണ്ടായ തെറ്റുകളായിരിക്കും മറ്റു വിഷയങ്ങളിലോട്ടും സ്വാഭാവികമായിട്ടും പോകും. അതിലെ ഗ്രാമർ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഇത് രണ്ടും തിരുത്തപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ദയനീയമായ ഒരവസ്ഥ. ഗ്രാമർ ആവശ്യമില്ല എന്ന് പറഞ്ഞത് നമ്മുടെ MA ബേബി എന്ന് പറയുന്ന മന്ത്രിയാണ്. അദ്ദേഹം പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഭാഷ കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്, പറയുന്നത് മനസ്സിലാക്കിയാൽ മതി, ഗ്രാമർ അത്രയ്ക്ക് ശരിയായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അക്ഷരത്തെറ്റുകൾ അത് കുഴപ്പമില്ല, സ്പെല്ലിങ് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല, നമ്മൾ പറയും പോലെ എഴുതിയാൽ മതി എന്നാണ്. ആ കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മൾ വരുത്തിയ തെറ്റുകൾ പഠിച്ച വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അധ്യാപകരായിട്ട് നമ്മുടെ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും വിരാജിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള വളരെ ഖേദകരമായ ഒരു വസ്തുത. കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് പരിതപിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പുതുതായിട്ട് വന്ന വിദ്യാഭ്യാസ മന്ത്രി വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിലും മലയാള ഭാഷാ പഠനത്തിലും ഹിന്ദിയിലും അക്ഷരത്തെറ്റുകൾ കാണുകയാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് തിരുത്തുകയും ഗ്രാമർ വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത്തരം പുസ്തകങ്ങൾ ഇനിയും ഉണ്ടാവും. ലോകത്തിലുള്ള വിദ്യാഭ്യാസമുള്ള ജനതയ്ക്ക് മുമ്പ് നമ്മൾ അപഹാസ്യ കഥാപാത്രങ്ങളാവും. 100% സാക്ഷരത കിട്ടിയിട്ട് ഒരു കാര്യമില്ല എന്നുള്ള കാര്യം ഇപ്പൊ നമുക്ക് ബോധ്യമായി. വളരെ ദയനീയമായ ഒരവസ്ഥയിൽ ഇന്ത്യയിൽ തന്നെ ഭാഷാ പഠന രംഗത്ത് കേരളം ഏറ്റവും പുറകിലാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട. ആകെ ഒരു ആശ്വാസമുള്ളത് കേരളത്തിലുള്ള CBSE ICSE സ്കൂളുകളാണ്. അവരുടെ കരിക്കുലത്തില് ഗ്രാമറും അക്ഷരത്തെറ്റുകളും വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഈ വിദ്യാഭ്യാസ രംഗത്ത് നമുക്കുള്ള ഏക ആശ്രയം. എന്തായാലും
ഈ വിദ്യാഭ്യാസ രംഗത്ത് ബി ജെ പിക്ക് ഉണ്ടായ തെറ്റ്, ഒറീസയിൽ ബി ജെ പി കാണിച്ച തെറ്റ് കേരളത്തിൽ നമ്മുടെ പുസ്തകങ്ങളിലും കാണുമായിരിക്കാം. അത് നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും സസൂക്ഷ്മം ശ്രദ്ധിക്കണമെന്നും അത് ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം അധികൃതരുടെ മുന്നിൽ കൊണ്ടുവരണമെന്നും ഇത് അധികൃതർ ഇതിന് വേണ്ട കറക്റ്റീവ് സ്റ്റെപ്സ് അടിയന്തരമായിട്ട് എടുക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും ബുദ്ധിജീവികളും അടങ്ങുന്ന സമൂഹം ഇതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്.